ഈ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ സർജറി വേണമെന്ന് പറഞ്ഞു. പിന്നെ അവർ വേറൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ കാര്യമാണ് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ കേൾക്കാം. വീണ്ടും പിന്നെ സർജനെ മാറിക്കണ്ടു വേറെ നമ്മൾ സർജറി എന്നുള്ള മുന്നിൽ കണ്ടുകൊണ്ട് നടന്നു. അതിന് പറ്റുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ. എന്നാൽ പോലും വേറൊരു സർജനെ മാറ്റി കാണാമെന്ന് കരുതി അങ്ങനെ കണ്ടപ്പോഴാണ് പറഞ്ഞത് അത് സർജറിയുടെ ഒരു ആവശ്യമില്ല, സർജറി അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു പോംവഴിയല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താ, ഇപ്പോൾ സർജറിയുടെ ആവശ്യമില്ല, ഹെർണിയുണ്ട്, പക്ഷെ അത് മൈൽഡായിട്ടാണ്, മൈന്യൂട്ടായിട്ടാണ് ഉള്ളത്. അത് വയറിന് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സർജറിയിലേക്ക് പോകേണ്ട ആവശ്യകതയില്ല, ഫ്യൂച്ചറിൽ ശ്രദ്ധിക്കാതിരുന്ന പ്രശ്നമാകാം. അത് ഡോക്ടർ പറഞ്ഞ വളരെ സത്യമാണ്. ഓക്കെ, എന്താണ് സർജറി അതിനൊരു കറക്റ്റായിട്ടുള്ള പോംവഴിയല്ല. ഇപ്പം ഞാനും സജസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പോൾ സർജറിയുടെ പല കേസുകളും പറയുകയാണെന്നുണ്ടെങ്കിൽ സർജറിക്ക് പോകുമ്പോൾ വളരെ ആലോചിക്കുക. സർജറി എല്ലാത്തിനും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ സർജറി കഴിഞ്ഞ ആളുടെ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. അപ്പം ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഹെർണിയല്ലോ ഡയസ്ട്രക്ട് ചെയ്യുന്നു, ഡോക്ടർ സർജറി പറഞ്ഞ ഉടനെ സർജറിയിലേക്ക് പോവാതെ നിങ്ങൾ 1 2 3 ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ എടുക്കുക. ഇത് സർജറിയിലേക്ക് പോകേണ്ടത് എപ്പോഴാണ്? ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സർജറി അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഹെർണിയുടെ ഒരു ഗ്രേഡ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർജറി തന്നെ വേണ്ടി വരും. പക്ഷേ അതിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മൾ മോണിറ്റർ ചെയ്യുക. ഒരു അസ്വാഭാവികത നമ്മുടെ വയറിൽ കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും തടിപ്പുകളുണ്ട്, പൊക്കിൾ പുറത്തോട്ട് തള്ളി നിൽക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക ഹെർണിയാണോ, അപ്പോൾ ഗ്രേഡ് എത്രയാണ്, ഗ്രേഡ് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രേഡ് 3 or 4 ഒക്കെ ആവട്ടെ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എക്സസൈസിലോട്ട് വരിക എന്നുള്ളത്.